ബീഹാറിലാണ് ആകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അപ്പോൾ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. അത് ഇന്ന് അവസാനിക്കും. പ്രതിസന്ധികൾ ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് മഹാസഖ്യം. നേതാക്കൾ ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നാളെ ബീഹാറിൽ എത്തുകയും ചെയ്യും. കെ പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, പല കാര്യങ്ങളിലടക്കം ഭിന്നത നിലനിൽക്കുന്നുണ്ട് മഹാസഖ്യത്തിൽ. പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഏത് രീതിയിലായിരിക്കും ഈ ചർച്ചകളൊക്കെ ഇനി വരും മണിക്കൂറുകളുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുക? ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെയായി തേജസ്വിയെ തന്നെ ഉയർത്തിക്കാട്ടി പ്രചരണത്തിന് ഇറങ്ങാനാണോ സാധ്യത? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാറിലെ പ്രതിപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന സംബന്ധിച്ച ഒരു തർക്കം ഇപ്പോഴും ഇല്ല. അത് നേരത്തെയും ഇല്ലായിരുന്നു. കാരണം വേറൊരു മുഖം അവിടെ മഹാസഖ്യത്തിന് ഉയർത്തിക്കാട്ടാനില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ തർക്കത്തിലേക്ക് നിന്നിരുന്നത്, അതായത് ഏതെങ്കിലും തരത്തിൽ സീറ്റ് വിഭജന കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പകരം മറ്റ് സംവിധാനങ്ങൾ ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ് ചില പാർട്ടികൾ വ്യക്തമാക്കിയത്. പക്ഷേ ഈ JM ഒഴികെയുള്ള മറ്റു പാർട്ടികളുമായി ധാരണയിലെത്താൻ വളരെ കൃത്യമായി തന്നെ ബീഹാറിൽ RJDക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചിലയിടങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നോടുകൂടി തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് RJD വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് RJD നേതാക്കളും കോൺഗ്രസും എല്ലാം തന്നെ പറയുന്നത്. ഇന്നലെ രാത്രി വൈകിയും അശോക് ഗെഹ്ലോട്ട് നേരിട്ട് തേജസ്വിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കൂടുതൽ നടപടികൾ എന്തായിരിക്കണമെന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അശോക് ഗെഹ്ലോട്ട് അതുപോലെ തന്നെ കൃഷ്ണ അല്ലാവരും, ഈ രണ്ട് നേതാക്കൾക്കാണ് ബീഹാറിന്റെ ചുമതല AICC നൽകിയിട്ടുള്ളത്. ആ നേതാക്കൾ തന്നെയാണ് നേരിട്ട് ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കൃത്യമായ ഒരു ചിത്രം വ്യക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ തന്നെ RJDയുടെ ചില നേതാക്കളുടെ നാമനിർദ്ദേശ പത്രിക അവർ പിൻവലിക്കുകയും അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഗുരുതരമായ ആരോപണം ഇപ്പോഴും കോൺഗ്രസിനും RJDക്കുമെതിരെ ഉണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പലയിടത്തും പണം വാങ്ങി സീറ്റുകൾ നൽകുന്ന സാഹചര്യത്തിലേക്ക് വന്നുവെന്ന ഗുരുതര ആരോപണമാണ് പലയിടത്തും നിന്ന് ഉയർന്നു വരുന്നത്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. BJP അത് രാഷ്ട്രീയ ആയുധമായി എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഉയർത്തി പ്രചാരണത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. സ്വാഭാവികമായി വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ മറു ക്യാമ്പിലും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതൽ പ്രഖ്യാപനങ്ങളുണ്ട്. ഇന്നലെ തന്നെ വനിതകൾക്ക് ആദ്യ ദിവസം മുതൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ മുതൽ ഇങ്ങോട്ട് വനിതകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾക്കാണ് മുൻതൂക്കം കൊടുക്കുകയും അത്തരം പദ്ധതികൾ കൂടുതലായി പ്രഖ്യാപിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് മഹാസഖ്യം. അതുകൊണ്ട് തന്നെ ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇത്തരം വാഗ്ദാനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഇത്തരം സാഹചര്യങ്ങൾ, ഈ അനുനയ നീക്കങ്ങൾ അവസാനിച്ച ശേഷവും എവിടെയെങ്കിലും പരസ്പരം മത്സരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അത് NDAക്ക് ഗുണകരമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. മറ്റൊന്ന്, നാളെ പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തുകയാണ്. 2 യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി തന്നെ വലിയൊരു മാറ്റം ബീഹാറിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പ് പ്രധാനമന്ത്രി ബീഹാറിലെത്തുമ്പോൾ അവിടുത്തെ മുഴുവൻ യുവജനതയും ഒപ്പം തന്നെ വനിതകളെയും കയ്യിലെടുത്ത് കൃത്യമായൊരു സന്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എങ്കിലും പ്രധാനമന്ത്രിയാണ് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. മറ്റു ചില പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ എത്ര സീറ്റുകൾ JDUവിനും BJPക്കും ലഭിക്കും എന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ആ JDU സഖ്യത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ NDAയുടെ സഖ്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അതിനുശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും നിർണായക മത്സരമാണ് ബീഹാറിനെ സംബന്ധിച്ച്. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ച നിലപാടുകൾ അംഗീകരിക്കപ്പെട്ടുവെന്ന് വരുത്തി തീർക്കണം, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാകണം. മറുവശത്ത് വോട്ടർ പട്ടിക ക്രമക്കേട്, SIR അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുണ്ട്. ഇതൊക്കെ ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുമായ